ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി ഫേസ് പാക്കാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തോന്നിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ ഇത് നമ്മൾ ഫേസിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ വരുന്ന കുത്തുകളും കലകളും കരിവാളിപ്പും എല്ലാം മായ്ച്ച് കളയും. അതോടൊപ്പം തന്നെ അകാല വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടുള്ള ചുളിവുകൾ, വരകൾ ഇതൊക്കെ മായ്ച്ച് കളഞ്ഞിട്ട് നമ്മുടെ സ്കിന്ന് നല്ല പോലെ ടൈറ്റായിട്ടിരിക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എല്ലാ സ്കിന്നിനും ഇത് ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഫേസ് പാക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ടാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഇടിച്ച് പിഴിഞ്ഞ് ഇതിൻ്റെ ജ്യൂസ് എടുത്ത് വെക്കണം. അപ്പോൾ ഈ ഒരു പാക്ക് തയ്യാറാക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ള പാക്ക് ഉണ്ടാക്കിയാൽ മതി. ഒരുപാട് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കൊന്നും വേണ്ട. നമുക്ക് എപ്പോഴൊക്കെയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമ്മളിത് തയ്യാറാക്കിയിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് എടുക്കുമ്പോൾ നമ്മൾ തീരെ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ വേണം ഇത് എടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടലപ്പൊടിയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ജ്യൂസിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും കടലപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കടലപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ നല്ല പോലെ നിറം വെപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. സ്കിന്നിൽ വരുന്ന അധികമുള്ള എണ്ണമയവും ചെളിയും പൊടിയും എല്ലാം ഇത് ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് കടലപ്പൊടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതും കൂടെ ഞാനിതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതേപോലെ ബീട്രൂട്ടിൻ്റെ ഹെയർ പാക്ക് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കാം. അപ്പം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടെയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് അതിൻ്റെ പകുതി കഷ്ണം എടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചെറുനാരങ്ങയും ഇതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല പോലെ നിറം വെപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. സ്കിന്നിൽ വരുന്ന എല്ലാ കറുത്ത കുത്തുകളും കലകളും കരിവാളിപ്പും എല്ലാം മായ്ച്ച് കളയാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും ഇതേപോലെ തന്നെ നല്ലൊരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു സൊല്യൂഷനാണ്. അപ്പോൾ ഈ ഒരു മഞ്ഞൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറന്തള്ളാനും സഹായിക്കുന്ന ഒന്നാണ്. 100% നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് ഈ ഒരു മഞ്ഞൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ തയ്യാറാക്കിയിട്ട് നമുക്ക് ഡെയിലി നമ്മുടെ സ്കിന്നിലും മുഖത്തൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു മഞ്ഞളുടെ വെളിച്ചെണ്ണ അതിൻ്റെ വീഡിയോ ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഇത്രയും സാധനങ്ങൾ മതി നമുക്കിതിലേക്ക്. ഇനി നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളിത് മുഖത്തിട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അത് മുഖത്തിട്ട് കൊടുക്കുമ്പോൾ മുഖം നല്ല പോലെ വാഷ് ചെയ്യുക ഫസ്റ്റ് തന്നെ. അതിനുശേഷം ഈ ഒരു പാക്ക് മുഖത്തിട്ടിട്ട് ഒരു 5 മിനിറ്റ് മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഒരു 5 മിനിറ്റ് മസാജ് കൊടുക്കുക. അതിന് ശേഷം നമ്മളിത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കുക. അത്രയും ചെയ്താൽ മതി. അപ്പോൾ ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ നോർമൽ വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒറ്റ തവണ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല പോലെ നിറം കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ നമ്മുടെ സ്കിന്നിൽ വരുന്ന ആ കറുത്ത കുത്തുകളും കലകളും ഒക്കെ മാഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മളിത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കടലപ്പൊടി ഇട്ടിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ റിസൾട്ടാണ് നമുക്ക് കിട്ടുക. വളരെയധികം നല്ല ഒരു ഫേസ് പാക്കാണിത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നല്ല ഒരു റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, ബൈ. താങ്ക് യു.